മേയ്ക്കപ്പാല ഐക്കരക്കുടി എൽദോസാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് കുളിക്കാനിറങ്ങിയപ്പോഴാണ് അപകടം. മൃതദേഹം കണ്ടെടുത്ത് മോർച്ചറിയിലേക്ക് മാറ്റി. കണ്ണമാലി സൗദി പള്ളിക്ക് സമീപം വള്ളം മുങ്ങി. വള്ളത്തിലുണ്ടായിരുന്ന 5 പേരെയും രക്ഷപ്പെടുത്തി. ഫോർട്ട് കൊച്ചിയിൽ KSRTC ബസിന് മുകളിൽ വൻമരം വീണെങ്കിലും തലനാരിഴയ്ക്ക് അപകടമൊഴിവായി. ഒരു യാത്രക്കാരന് നിസ്സാര പരിക്കേറ്റു. ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്ന വൻമരമാണ് ബസിന് മുകളിൽ വീണത്. രാവിലെ 6 മണിക്ക് എറണാകുളം നഗരത്തിൽ തുടങ്ങിയ മഴ കനത്തതോടെ 10 മണിയായപ്പോഴേക്ക് സർവീസ് റോഡുകൾ പലതും വെള്ളത്തിലായി. ചില വീടുകളിലും വെള്ളം കയറി. മഴ കനത്തതോടെ അരൂർ ഇടപ്പള്ളി ദേശീയപാതയിൽ വാഹനങ്ങൾ മണിക്കൂറുകളോളം കുടുങ്ങി. ഇടപ്പള്ളിയിൽ നിന്ന് വൈറ്റിലേക്ക് അപ്പുറത്തേക്കും കുരുക്ക് നീണ്ടു. മൊത്തം ബ്ലോക്കാണ്, മൊത്തം വെള്ളമാണ്. ഈ വണ്ടിയും രാവിലെ വെള്ളത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. ഇടപ്പള്ളി ടോൾ ജംഗ്ഷനിൽ വെള്ളം കയറിയതോടെ ഒട്ടേറെ വാഹനങ്ങൾ എഞ്ചിനിൽ വെള്ളം കയറി വഴിയിൽ കിടന്നു. അങ്കമാലി KSRTC സ്റ്റാൻഡിൽ വെള്ളം കയറി. കടകളിലും വെള്ളം കയറി. അങ്ങാടിക്കടവ് ജംഗ്ഷനിൽ പാർക്ക് ചെയ്ത വാഹനങ്ങൾ മറിഞ്ഞു വീണ് ഒഴുകി മാറി. കാക്കനാട് കൊല്ലംകുടി മുകളിൽ കാർ ഓടയിലേക്ക് മറിഞ്ഞെങ്കിലും ഡ്രൈവർ രക്ഷപ്പെട്ടു. കൊച്ചിയിലേത് മേഘവിസ്ഫോടനമാണെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ നിഗമനം. വലിയ കൂമ്പാര മേഘങ്ങളായിരുന്നു. ഒരു 14 കിലോമീറ്റർ വരെ ഹൈറ്റുള്ള കൂമ്പാര മേഘങ്ങളായിരുന്നു. ഈ കാറ്റും കൂടെ അനുകൂലമായതുകൊണ്ട് അറബിക്കടലിൽ നിന്ന് ധാരാളം നീരാവി കണ്ടിന്യൂസ് ആയിട്ട് ഇതിലേക്ക് ഫീഡ് ചെയ്യുന്ന വരി അത് നിലനിന്ന് 1 മണിക്കൂറോളം ഒരു പ്രദേശത്ത് തന്നെ നിലനിന്ന് പെയ്യുന്ന ഒരവസ്ഥയുണ്ടായി. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും ജില്ലയിൽ പലയിടത്തും വീശി. ഇന്ന് 2.5 മണിക്കൂർ കൊണ്ട് കളമശ്ശേരിയിൽ പെയ്തത് 155 മില്ലിമീറ്റർ മഴയാണ്. പള്ളുരുത്തിയിൽ 100 മില്ലിമീറ്റർ. നല്ലൊരു മഴ പെയ്താൽ ദേശീയപാതയടക്കം മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കിലാകുന്നു എന്നതാണ് നഗരത്തെ വലയ്ക്കുന്നത്. പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.